അൽഫോൺസ കോളേജിൽ ആർട്സ് ക്ലബ് സെക്രട്ടറിയായി ജോലി ചെയ്തിരുന്നു. ജോലിയോ? ജോലി അതും ഒരു ജോലിയാണ്. നിർമ്മിത ബുദ്ധിയില്ലാതെ ജോലിയാ. ഈ സമയത്ത് താങ്കളെ ഒരു ഡാൻസ് ട്രൂപ്പിലേക്ക് ക്ഷണിച്ചിരുന്നു. ശരിയല്ലേ? അതിൽ പങ്കെടുത്തിരുന്നു. യെസ് കുട്ടേട്ടാ. കുട്ടേട്ടന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഭയങ്കര ബുദ്ധിയാ. ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയില് അമേരിക്കൻ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഇത് ഞാനൊക്കെ ഒത്തിരി ഇന്റർവ്യൂല് പറഞ്ഞാലും കുഴപ്പമില്ല. എല്ലാരും ഇത് ഓർത്ത് വെക്കണമെന്നില്ലല്ലോ. മറന്നുപോയി കാണും. അതെ, അൽഫോൺസ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെയാണ് ഏഞ്ചൽ വോയിസിൽ പാടാൻ തുടങ്ങിയത്. അപ്പൊ അറിയാലോ ഒരു അതെ അപ്പോ ഒരു ഊണുമില്ല ഉറക്കമില്ല. അങ്ങനത്തെ ഒരു ദിവസം 3 പരിപാടി പ്രോഗ്രാം വരെ ചെയ്തിരുന്ന ഒരു സമയം. അങ്ങനെ ഇങ്ങനെ എന്നാ കോളേജിൽ പോവുകയും ചെയ്യും. കോളേജിൽ പോയത് ചിലപ്പോൾ ഇരുന്ന് ഉറക്കമൊക്കെ ആയിരിക്കും, പക്ഷെ പരീക്ഷയ്ക്ക് മാർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പ്രീ ഡിഗ്രിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു. അത് എന്തോ ആ ലാസ്റ്റ് സമയത്ത് ഇരുന്ന് പഠിച്ച ലാസ്റ്റ് സമയത്ത് പഠിച്ച പെട്ടെന്ന് കിട്ടും. ആദ്യം തൊട്ടേ പഠിച്ചോണ്ടിരുന്ന എനിക്ക് കേറൂല. പരീക്ഷ പോലെ ഏർപ്പാടൊന്നും ഇല്ലല്ലോ. വലിയ നീറ്റായിട്ടൊന്നും എഴുതിയില്ലെങ്കിലും പക്ഷെ എഴുതിയതിൽ കാര്യം ഉണ്ടായി. അതെ, ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിട്ട് ശരിക്കും പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയിരുന്നു ആരും മത്സരിക്കില്ല. പക്ഷേ എനിക്ക് മത്സരിച്ചു. കാരണം നമ്മൾ എല്ലാരും ആദ്യം തൊട്ടേ എല്ലാരും വർത്താനം പറയുകയും എല്ലാ ക്ലാസ്സിലും പോയി എല്ലാ ഇപ്പോഴാണ് പിന്നെ ഇത്തിരി കുറഞ്ഞെന്ന് പറയാം. ഇതാണ് ആദ്യം പറഞ്ഞ പക്വതയുള്ള ഒരു ഇന്റർവ്യൂ അല്ലേ? അപ്പൊ ഏറ്റവും നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുകയും ചെയ്തു. അപ്പൊ എന്റെ വലിയൊരു ആഗ്രഹം ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിട്ട് മറ്റേ ഫംഗ്ഷൻ ആർട്സ് ക്ലബ് ഡേക്ക് ഒരു സിനിമ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു സംഭവം. നമ്മൾ ആരെ കൊണ്ടുവരണം എന്ന് വിചാരിച്ച് നമ്മൾ അന്ന് കത്തി നിന്ന് ബിജു ചേട്ടനെ കിട്ടി. അപ്പൊ ഏറ്റവും വലിയ ആഗ്രഹം എന്താ, ഞാനൊരു പാട്ടുകാരി എന്ന രീതിയിൽ ഒരു നല്ല പാട്ട് പാടണം. ഒരു സിനിമാ നടന്റെ മുന്നിൽ വരുമ്പോൾ നമ്മളൊന്ന് സ്റ്റാർ ആവണം എന്നുള്ള ഏതൊരാളുടെയും ആഗ്രഹം. കഷ്ടകാലത്തിന് പാടി ശബ്ദമില്ല, കാറ്റേ നീ വീശരുത് ഇപ്പോൾ കാറേ നീ വീരെന്ന് പറഞ്ഞ പോലെ. പക്ഷേ ഞാനൊരു പ്രസംഗം തട്ടിക്കൂട്ടി, അതുപോലും പറയാൻ ഒച്ചയില്ല. പക്ഷെ എന്നാലും നെറ്റിമേലെ പൊട്ടിട്ടാലും തഞ്ചാവൂർ പട്ട് ചുറ്റി, ഇങ്ങനൊരു പാട്ട് ഭയങ്കര ഹിറ്റായിരുന്നു, വലിയേട്ടല്ലേ മമ്മൂക്കയുടെ സിനിമയിലെ. അപ്പൊ ഞാൻ തന്നെ കൊറിയോഗ്രാഫി ചെയ്ത് ഒരു ഡാൻസ് കളിച്ചായിരുന്നു. ആ സമയത്ത് സ്കൂളിലൊക്കെ കോളേജിലൊക്കെ ഡാൻസ് കളിക്കും. അതെ, അദ്ദേഹം താഴെ ഇരുത്തിക്കൊണ്ട് തന്നെ ഇത് ഞാൻ കളിച്ചു. കേരള TV ഒന്ന് ഷൂട്ട് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ കോളേജിലെ ആസ്ഥാന നർത്തകിയായിരുന്നു രമ്യ രവീന്ദ്രൻ, ഇന്നത്തെ നിഖിലിന്റെ വൈഫ്. രമ്യ ഭയങ്കര മറ്റേ കോളേജ് മത്സരങ്ങളും കലോത്സവങ്ങളിലൊക്കെ പോകുന്ന ആളാണ്. അപ്പൊ അവര് പറഞ്ഞു, ഇപ്പൊ ഇവർ ഈ ഏതോ ഒരു അടുത്ത ഡാൻസ് മത്സരം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ കൈരളി TV പ്രത്യേകം ശുപാർശ, ഈ നടുക്ക് നിന്ന് നെറ്റിമേൽ പൊട്ടിട്ടാൽ ഈ കുട്ടിയും കൂടെ രമ്യയുടെ ടീമിൽ ചേർക്കണമെന്ന്. രമ്യ അങ്ങനെ മനസ്സോടുകൂടി എന്നെയും ചേർത്ത് കളിപ്പിച്ചു. ചഞ്ചല പൊൻ കസവ് നൂറി ഈ പാട്ടിനായിരുന്നു ഞാൻ നൃത്തം വെച്ചത്. അപ്പൊ ഏത് വിധേനയും ജീവിക്കുമെന്ന് മനസ്സിലായല്ലേ? റിമി ഏതോ ഒരു കലോത്സവത്തിലും മത്സരിച്ച് വിജയിച്ചിട്ടുണ്ടോ? ലളിതഗാനത്തിനെന്തോ? അത് കേരള യൂണിവേഴ്സിറ്റി കോട്ടയം ജില്ലയിൽ 3 വർഷം ഡിസ്ട്രിക്റ്റിൽ ഫസ്റ്റ് ഉണ്ടായിരുന്നു. സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ എനിക്കൊന്ന് തിരുവനന്തപുരത്തായിരുന്നു. സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ ആണല്ലോ, അതും 10th പഠിക്കുമ്പോൾ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ പോവുക, അതിൽ ഫസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവര് 60 മാർക്കോ 30 മാർക്ക് എന്തോ 30 മാർക്ക് നമുക്ക് ഇല്ല 30 മാർക്ക് കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയൊരു സംഭവം. അപ്പൊ അതിന്റെ ടെൻഷൻ, ഇത് സാറുമാരും ടീച്ചേഴ്സും ട്രോഫി ലൈറ്റ് മ്യൂസിക്കിന് സെന്റ് മേരീസിന് തന്നെ കൊണ്ടുവരണം റിമി എന്നൊക്കെ പറഞ്ഞ്, അത് ഇന്നത്തെ പോലെയല്ല. അന്നത്തെ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ പത്രത്തിലൊരു കുഞ്ഞു ഫോട്ടോ വരിക, അത് പാലായിക്ക് കിട്ടുക എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ടെൻഷനാക്കി. അപ്പൊ എന്റെ സാറുണ്ട്, അവിടുത്തെ സാറ് MN സലീം സാറ്, മ്യൂസിക് സാറ് ജോർജ് സാറ്. അപ്പൊ ഞാൻ പാടുന്ന പാട്ട് പന്നകേന്ദ്ര ശയന പാടി പത്മനാഭ പദമുണർന്നു, ഇങ്ങനെ ഒരു പാട്ടാ. അപ്പം കയറുന്നതിന് മുമ്പ് പിള്ളേരെ അറിയാലോ, കയറുന്നതിന് മുമ്പ് കേട്ടു സാർ ഇങ്ങനെ പറഞ്ഞു, ഞാൻ സാറ് പഠിപ്പിക്കുന്നു, സാർ ശ്രുതി കേക്ക് ഇങ്ങനെയാണല്ലോ. ഓരോ ചെസ് നമ്പർ 221 എന്ന് പറയുമ്പോഴത്തേക്ക് എന്നെ വിളിച്ചു. അപ്പത്തേക്ക് ഒരു ശ്രുതി മറ്റേ ബെല്ലുണ്ട്, ബെല്ല്. അപ്പൊ നമുക്ക് നോക്കാം, ചെസ് നമ്പർ 221 ഒരു ബെല്ലടിച്ചു. എന്റെ പിച്ച് എന്ന് പറയുമ്പോൾ ശ്രുതി എന്ന് പറഞ്ഞ പാട്ടിന്റെ ശ്രുതി പന്നകേന്ദ്ര ശയ, ഇതാണ് ബെല്ലിന്റെ ഒച്ച നായിപ്പോയി. ആ പിച്ചിൽ കയറി ഈ പാട്ടങ്ങ് പാടി പന്നകേന്ദ്ര ശയന പാടി. ഇത് കേട്ടോടി സാറൊക്കെ ഓടി. പിന്നെ അല്ല ഇനി പിന്നെ ഈ ശ്രുതി ഒരു ശ്രുതി പാടിയ പിന്നെ ആ ശ്രുതിയിൽ നമ്മൾ ആ പാട്ട് ഫുള്ള് പാടി തീർക്കണം. ഈ പാട്ട് ഈ മേലെ ശ്രുതിയിൽ പാടിക്കഴിഞ്ഞാൽ ഇത് പാടി തീർക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. സാറൊക്കെ കൈകൂപ്പി ഞങ്ങൾക്ക് ട്രോഫി കിട്ടിയില്ലേലും സാരമില്ല, ഈ കൊച്ചി പാട്ടൊന്ന് പൂർത്തിയാക്കുന്ന കണ്ടാ മതി എന്ന് അവരെല്ലാരും പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞു. ഞങ്ങൾ അവരുടെ മനസ്സിലപ്പോ ഫസ്റ്റ് പ്രൈസോ സെക്കൻഡ് പ്രൈസോ ഒന്നും അല്ല, നാണക്കേടാവരുത്,
നിർത്തിപ്പോവരുത്. പക്ഷെ സാർ ഇറങ്ങിയ പാടെ എനിക്ക് കലോത്സവത്തിൽ എന്ന എ ഗ്രേഡ് കിട്ടുള്ളെങ്കിലും സാർ ഇറങ്ങിയ പാടെ എനിക്കൊരു അവാർഡ് തന്നു. കാരണം ഈ പാട്ട് ഈ പിച്ചിൽ അങ്ങനെ ഒരു മനുഷ്യൻ പാടാൻ ബുദ്ധിമുട്ടാ മോളെ പാടി ഒപ്പിച്ചെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു അവാർഡ് എനിക്ക് സാർ തന്നു.